സയസ്ലാ നാറൻ ദാത ലഹബ് സയസ്ലാ അവൻ പിന്നീട് പ്രവേശിക്കും നാറൻ നരകത്തിൽ പ്രവേശിക്കും ദാത ലഹബിൻ കത്തിജ്വലിക്കുന്ന ഐ തതലഹബു കത്തിയാളുന്ന വതൂഖദു കത്തിക്കപ്പെടുന്ന നരകത്തിൽ അവൻ പ്രവേശിക്കും. ഫഹിയ ഈ ലഹബ് എന്നുള്ളത് അത് മആലു തക്നിയത്തി അവന്റെ ആ തക്നിയത്തിലേക്കാണ് മടങ്ങുന്നത്, അവന്റെ ഓമനപ്പേരിലേക്ക് മടങ്ങുന്നത്. അബൂ ലഹബ്, അപ്പൊ ലഹബാണ് ജ്വലിക്കുന്നതെന്ന്, അബൂ ലഹബ്. അപ്പൊ അതിൽ നിന്ന് തന്നെ എന്താണ് അവന്റെ അങ്ങനത്തുള്ള ശിക്ഷ പറയാം. അവൻ നരകത്തിൽ പ്രവേശിക്കും ജ്വലിക്കുന്ന. അവനിക്കങ്ങനെ അബൂ ലഹബ് ലഹബ് എന്ന് പേര് വെക്കാൻ കാരണം ലി തലഹുബി വജിഹിഹി, അവന്റെ മുഖം ഇങ്ങനെ ജ്വലിക്കും ഇസ്റാഖൻ വെളിച്ചത്തിനാൽ, വഹമ്രത്തൻ ചുവപ്പിനാലും. അവന്റെ മുഖം നല്ല ചുവന്നിട്ടാ. അപ്പൊ അങ്ങനെ എന്താണ് ജ്വലിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവനിക്ക് അബൂ ലഹബ് എന്ന് പേര് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഓമന പേര് പറയാറുണ്ട്. അപ്പൊ അതിലേക്കാണ് ഈ വാക്ക് മടങ്ങുന്നത്. വമ്രഅതുഹു അവന്റെ ഭാര്യ, വഹിയ അവളാര ഉമ്മു ജമീൽ അവളെ പേര്. അവളെ സംബന്ധിച്ച് പറഞ്ഞത് ഹമ്മാലത്തൽ ഹത്വബ് വിറക് കെട്ട് ചുമക്കുന്നവൾ എന്നാണ്. അശ്ശൗഖി അതായത് മുള്ളു വസ്സഅദാൻ സഅദാൻ ചുമക്കുന്നവൾ, അതൊരു മുൾച്ചെടിയാണ്. തുൽഖീഹി അവൾ അതിനെ നിക്ഷേപിക്കും, ഇടും. ഫീ ത്വരീഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പോകുന്ന വഴിയിലൊക്കെ അവൾ അതിനെ വലിച്ചെറിയും. ഫീ ജീദിഹാ അവളുടെ പിരടിയിലുണ്ട് ഹബ്ലും മിൻ മസദ് ഈത്തപ്പന മട്ടലിനാലുള്ള കയറുണ്ട്. ലീഫിൻ അതായത് ഈത്തപ്പന മട്ടൽ ചകിരി, അതിനാലുള്ള കയർ അവളുടെ പെരടിയിലുണ്ട്. അപ്പൊ നമുക്ക് ഈ സൂറത്തിൽ നിന്ന് എന്താണ് മനസ്സിലായത് എന്ന് പരിശോധിച്ച് നോക്കുക. അപ്പൊ ഒന്നാമത്തെ സൂറത്തിൽ നിന്ന് നാം സൂറത്തുൽ ഇഖ്ലാസിലൂടെ തൗഹീദിനെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പൊ അള്ളാഹു ആരാണെന്ന് ഈ സൂറത്തുൽ ഇഖ്ലാസ് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ആരെ പറയാ? അതെ, ഇഖ്ലാസ് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? അപ്പൊ അള്ളാഹു ഏകനാണെന്നും അവന് തുല്യനായി ആരുമില്ലെന്നും ഈ സൂറത്ത് നമ്മെ പഠിപ്പിച്ചു, അല്ലേ? അതുപോലെ ആ അള്ളാഹു ആരാണ്? സമദാണ്. അവന് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ആവശ്യങ്ങൾ അർപ്പിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. എല്ലാവരുടെയും ആവശ്യം നിറവേറ്റുന്നത് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ഈ ധാരണ അള്ളാഹു ഏകനാണ്, അള്ളാഹു തആല സമദാണ്. അപ്പൊ ഈ ധാരണ എങ്ങനെയാണ് നാം ആ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന രീതിയെ സ്വാധീനിക്കുന്നത്? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ലഭിക്കണം. അപ്പോൾ ഒരു ഇടനിലക്കാരനില്ലാതെ നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ, ഏത് പ്രതിസന്ധിയിലും ആ അള്ളാഹുവിൻ്റെ മേൽ വരമേൽപ്പിക്കാൻ ഈ ബോധ്യം നമ്മളെ സഹായിക്കുന്നു. അള്ളാഹു തആല എന്താണ്? ഏകനാണ്, അവൻ നിരാശ്രയനാണ്, അവൻ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ആവശ്യങ്ങളിലും ലക്ഷ്യമാക്കപ്പെടുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. പിന്നീട് സൂറത്തുൽ മസദ് പറഞ്ഞല്ലോ. അതിലൂടെ ഈ സൂറത്തുൽ മസദ് അള്ളാഹുവിനും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് എന്താ കാണിക്കുന്നത്? അതെ, പ്രവാചകനെ ശത്രുക്കൾ പരിഹസിക്കുകയും വേദനിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് മറുപടി നൽകിയതാണ് ഈ സൂറത്ത്. അപ്പൊ തൻ്റെ പ്രിയപ്പെട്ട അടിമയെ അള്ളാഹു ഒരിക്കലും എന്താവൂല, കൈവടിയൂല. പ്രവാചകനെതിരെയുള്ള അക്രമങ്ങൾ അള്ളാഹു തആല ഗൗരവമായി എടുത്തുകൊണ്ട് ഈ സൂറത്ത് അയാളെ അധിക്ഷേപിച്ചു. അപ്പോ ഈ ബന്ധം, ഇത് അവർ തമ്മിലുള്ള അള്ളാഹുവും അള്ളാഹുവിൻ്റെ അടിമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ആയത്തിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്.
അപ്പോ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നബി തങ്ങളെ സംരക്ഷിച്ചു എന്നറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? ഉത്തരം, സത്യവിശ്വാസികൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. അതുപോലെ സത്യവിശ്വാസികൾക്ക് നല്ല കരുത്ത് നൽകും അല്ലേ? നാം സത്യത്തിന്റെ പാതയിലാണെങ്കിൽ ആര് നമ്മളെ എതിർത്താലും, ആര് നമ്മളെ വിഷമിപ്പിച്ചാലും അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെയുണ്ട്, മുഅ്മിനീങ്ങളുടെ കൂടെയുണ്ട് എന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ വിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിച്ചതോ അതുപോലെ അള്ളാഹുവിലുള്ള നിങ്ങളെ വിശ്വാസത്തെ പരിഹസിച്ചതോ ആയ ഒരു നിമിഷത്തെ കുറിച്ചൊന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ മുസ്ലിമായി ജീവിക്കുമ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച ആളുകളുണ്ടാവും. അതുപോലെ അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ പരിഹസിച്ച ആളുകളുണ്ടാവും. അപ്പം അതിനെ സംബന്ധിച്ചൊന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുക. അപ്പം അങ്ങനെ നമ്മെ തെറ്റിദ്ധരിക്കുന്ന സമയം, ആ നിമിഷങ്ങളിൽ ഈ സൂറത്ത് നമുക്ക് നൽകുന്ന ഒരു ശക്തി, ഏത് രൂപത്തിലാണ് ഈ സൂറത്ത് നമുക്ക് ശക്തി നൽകുന്നത്? അപ്പോൾ ഈ സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിന്റെ മഹത്വം ഓർമ്മിപ്പിച്ച് നമ്മുടെ മനസ്സിന് ഉറപ്പ് നൽകി. എന്നാൽ ഈ സൂറത്തുൽ മസദ് അത് സത്യത്തെ പരിഹസിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പരാജയം ഓർമ്മിപ്പിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ച ആ സംരക്ഷണം നമുക്കും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അതുപോലെ ഏത് പ്രയാസങ്ങൾ വന്നാലും വളരെ ക്ഷമയോടുകൂടെ നിലകൊള്ളാനുള്ള ഒരു കരുത്ത് നമുക്ക് ഈ സൂറത്തിലൂടെ നൽകുന്നുണ്ട്. അപ്പൊ നാം ഇന്ന് പഠിച്ച കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉടൻ പ്രവർത്തികമാക്കാൻ എനിക്ക് കഴിയും എന്നൊരു കാര്യം എല്ലാവരും പ്രതിജ്ഞ എടുക്കണം. അത് ഏത് കാര്യം? എല്ലാവരും ഉത്തരം കണ്ടെത്തുക. പ്രാർത്ഥനകളിൽ കൂടുതൽ ഏകാഗ്രത പുലർത്തണം. അതുപോലെ ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ പരിഭ്രമിക്കുകയില്ല, അള്ളാഹുവിൽ അഭയം തേടും. മറ്റുള്ളവരാരും എന്നെ പരിഹസിച്ചാലും ഞാൻ തളരാതെ അള്ളാഹു എനിക്ക് അഭയം നൽകുമെന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും എന്ന് എല്ലാവരും തീരുമാനമെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതിനെല്ലാം ഇതിന്റെ സവാബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. മറ്റു അംബിയ, ഔലിയ, ശുഹദാ, സ്വാലിഹീങ്ങൾ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ധാരാളം സ്വാലിഹായ അമാലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.